ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സ്ക്രഞ്ചീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല, ചിലർക്കൊക്കെ മനസ്സിലാവട്ടെ. അതായത് റബ്ബർ ബാൻഡ്, ഹെയർ ബാൻഡ് അങ്ങനെയൊക്കെ നമ്മൾ മുടി കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റബ്ബർ ബാൻഡ്, അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഈ ഒരു ടൈപ്പ് എല്ലാവരും ഇപ്പോൾ കയ്യുമ്മൽ ഇടുന്നുണ്ട്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിലും കുറച്ച് നല്ല ഭംഗിയിലുള്ള കളറൊക്കെ കിട്ടിയാൽ കയ്യുമ്മൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ തുടങ്ങിയൊരു മോഡലാട്ടോ ഞാൻ ഇപ്പോൾ കാണുന്നതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ മുടിയുമ്മ ഇടാൻ മാത്രമേ ഇത് എടുക്കലുള്ളൂ. ഇപ്പോൾ കയ്യുമ്മലും കുട്ടികളെ ഓരോ ട്രെൻഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു നീളത്തിലുള്ള ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ചെറുതാക്കി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് എടുക്കാം. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് കയ്യും ഇടുന്നത് കാണുന്നത് ഒരു സാറ്റിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അങ്ങനത്തെ ക്ലോത്താണ് ഞാൻ കാണുന്നത്. അങ്ങനത്തെ ക്ലോത്ത് എടുക്കാം, പിന്നെ കോട്ടൺ എടുക്കാം, ഫൈബർ, അങ്ങനെ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തും എടുക്കാം എന്നാണ് കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ഇതൊരു വെൽവെറ്റ് ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അത്യാവശ്യം നീളത്തിൽ തന്നെ എടുക്കുക കേട്ടോ ക്ലോത്ത്. അപ്പോഴേ നമുക്ക് നല്ലൊരു ഞൊറിവ് കിട്ടുള്ളൂ. അപ്പോൾ ഞൊറി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീളം വേണം ക്ലോത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല നീളത്തിലുള്ള ക്ലോത്ത് എടുക്കുക. ഒരു 20-25 സെൻറ്റിമീറ്ററൊക്കെ എടുക്കാം. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 15 മതിയാകും കേട്ടോ. ഏതായാലും നിങ്ങളൊരു 25 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീതിയും അത്യാവശ്യം വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വീതി കുറക്കാം. വീതിയുള്ള ടൈപ്പാണ് വേണ്ടെങ്കിൽ കുറച്ച് വീതിയുള്ള എടുക്കുക, വീതി കുറഞ്ഞ ടൈപ്പാണ് വേണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിൽ എടുക്കുക. പിന്നെ ഈ രണ്ട് ഫോൾഡ് ചെയ്യുന്നതും ഈ നമ്മുടെ വീതിയിൽ കൂട്ടൂലട്ടോ. ഇത് നമുക്ക് അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം, നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് റബ്ബർ ബാൻഡ് വേണം, പിന്നെ ഗ്ലാസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ഈ റബ്ബർ ബാൻഡ് ഈ ഒരു ഗ്ലാസ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ കല്ലുമുത്തൊന്നും ഇല്ലാത്ത നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുമല്ലോ ഇങ്ങനെയുള്ളത്. അപ്പോൾ അത് മേടിക്കാം. അതിന് വലിയ ക്യാഷൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കറ്റ് മേടിക്കാം, അല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് മേടിക്കാനായിട്ട് പറ്റും. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക, നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ക്ലോത്ത് ഞാൻ ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിതുപോലെ ഈ ഒരു നീളത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. നീളത്തിൽ മീൻസ് ഇങ്ങനെ വിലങ്ങനെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. റബ്ബർ ബാൻഡിൻ്റെ ആ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. ആ ഫോൾഡിങ് കളയരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഫോൾഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഈ നിൽക്കൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്താൽ അവിടെ ഒരു മടക്ക് വരുമല്ലോ. അപ്പോൾ അത് കളയാണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്ററിൽ റബ്ബർ ബാൻഡ് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ രണ്ടറ്റത്ത് നമ്മൾ ഫോൾഡ് ചെയ്തതുണ്ടല്ലോ, അത് രണ്ട് ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിലാക്കി ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സെൻറ്ററിൽ, അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ റബ്ബർ ബാൻഡ് വരുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലോത്തിൻ്റെ രണ്ടറ്റും ഫോൾഡിങ് നമുക്ക് കാണാം. അത് രണ്ടും നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ നമുക്ക് കുറേ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലെയർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലെങ്ത്ത് കുറവാണെങ്കിൽ ലെയർ കുറവായിരിക്കും. പിന്നെ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഈ രണ്ടറ്റും ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഭാഗവും നല്ല കട്ടിക്ക്, അതായത് കട്ടിക്കല്ല എന്താ പറയുന്നത്, നല്ല പ്രസ്സായിട്ട് ഫോൾഡ് ചെയ്തത്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയല്ല, ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം. ഫ്ലെക്സ് ക്യൂക്ക് എല്ലാതും നല്ല ഒട്ടലുണ്ട്, പക്ഷേ ക്ലോത്തുമ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് ഒട്ടും എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മതി.
അപ്പോൾ ഫെവിക്കോൾ വെച്ചൊന്നും ക്ലോത്തുമോ ഒട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പരിപാടി. അത് ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നത് കാണിക്കുന്നത് എളുപ്പ പരിപാടിയാണ് കാണിക്കുക. 5 മിനിറ്റ് കൊണ്ട് ഞാൻ എങ്ങനെ ഇത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. 5 മിനിറ്റ് വേണ്ട കേട്ടോ. ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഞൊറിഞ്ഞെടുത്ത് ശരിയാക്കി ആക്കിയാൽ മതി. പിന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് ഈ പരിപാടി എടുത്തത്. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വേറെ നമ്മൾ വൃത്തികേടായിട്ട് ഒട്ടിച്ചു കൊടുക്കരുത്. അതായത് വേറെ ഭാഗത്തൊന്നും ഈ ഒരു പശ വെച്ചത് കാണരുത് കേട്ടോ. അപ്പോൾ ഈ പശ ക്ലോത്തും ഒട്ടിപ്പിടിച്ചാൽ പിന്നെ ഒരു വൃത്തികേടായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. വേറെ ഭാഗത്തോട്ട് ഈ ഒരു ഗ്ലൂ പോകുന്നത് ശ്രദ്ധിക്കന്നെ വേണ്ടോ. അപ്പോൾ അങ്ങനെ പോയാൽ ആ ഒരു ഭാഗം വൃത്തികേടായിട്ട് നിൽക്കും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സുമെന്ന് സ്ക്രഞ്ചീസ് എടുക്കാം കേട്ടോ. അപ്പോൾ 3/4 സ്ക്രഞ്ചീസ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് ഇതിൻ്റെ 2 അറ്റം ഉണ്ടല്ലോ, അവിടെ ഒന്നുകൂടെ ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ട് ഒന്ന് ഫിനിഷിങ് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് മറ്റേ വശം അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി ഒട്ടിച്ച് കൊടുത്താൽ അത് അവിടെ ഒരു ബോറായിട്ട് തോന്നുകയും പിന്നെ അതുപോലെ അവിടെ ഒരു അങ്ങനെ ഒരു ഫോൾഡിങ് വന്ന പോലെ തോന്നുള്ളൂ. ഒരു വൃത്തികേടായിട്ടോ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ സാറ്റിൻ ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതാണ് അധികം കയ്യുമിട്ട് കാണൽ കേട്ടോ. പിന്നെ നിങ്ങൾ ചുരിദാറൊക്കെ അങ്ങനെ മെറ്റീരിയൽസ് എടുത്തിട്ട് അടിച്ചാൻ കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പീസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സ് ഫാമിലി അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ടാറ്റാ.